ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ മൊഡ്യൂൾ 4 ആണ്. ഇനി മൊഡ്യൂൾ 5 കൂടി ഇറക്കാണ്ട്. എനിക്കറിയാം എക്സാം അടുത്തെത്തിയെന്ന്. അപ്പം നിങ്ങളെല്ലാവരെയും മാക്സിമം എഫേർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മൊഡ്യൂൾ 5 പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പറ്റുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. നമുക്ക് തുടങ്ങാം. അപ്പോൾ മൊഡ്യൂൾ 4 ഒരു ചെറിയ ടോപ്പിക്കാണ്. അതിൽ ആകെ സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, കൗൺസിലിംഗ്, കപ്പാസിറ്റി ബിൽഡിംഗ്, PRA പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ നമുക്ക് അവിടെ വരുമ്പം മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ്? ഓക്കെ, പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ്. അവിടെ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് നോക്കാം. Explain the concept of participatory stakeholder engagement in the context of disaster management. Provide 2 examples of how involving stakeholders can enhance the effectiveness of a disaster response and recovery. 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ advantages and drawbacks of involving stakeholders 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. Effective ways of promoting stakeholder participation 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ describe effective ways of promoting, സെയിം ക്വസ്റ്റ്യൻസ് തന്നെ 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. Identify the effective ways of promoting stakeholder വീണ്ടും 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് ഇൻക്രീസ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ, ബേസിക് സ്റ്റെപ്സ് ഇൻ പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ്, ബേസിക് സ്റ്റെപ്സ് ഇൻ പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് ആൻഡ് 3 ബേസിക് ഫോംസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ 6 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതെല്ലാം കൂടി ഒറ്റ ഒരു ആൻസറായിട്ട് നമുക്ക് നോക്കാം. 6 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം നോക്കിപ്പോയാൽ മതി, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. തുടങ്ങാം. അപ്പം പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് എന്താണ്? ഈ സ്റ്റേക്ക് ഹോൾഡർ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എവ്രി വൺ who is directly or indirectly affected by a disaster. അപ്പോൾ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ ആരൊക്കെ അഫക്റ്റ് ചെയ്തോ, അതിപ്പോൾ ഡയറക്റ്റ്ലി ആയിക്കോട്ടെ ഇൻഡയറക്റ്റ്ലി ആയിക്കോട്ടെ, അവരെല്ലാം സ്റ്റേക്ക് ഹോൾഡർ എന്ന് നമ്മൾ പറയും. അപ്പം പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? റെഫേഴ്സ് ടു ആക്റ്റീവ്ലി ഇൻവോൾവിങ് അഫക്റ്റഡ് കമ്മ്യൂണിറ്റീസ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, NGOs, leaders and private organization in all phases of disaster management. അത് all phases എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ? പ്രിപ്പയർഡ്നെസ്, റെസ്പോൺസ്, റിക്കവറി ആൻഡ് മിറ്റിഗേഷൻ. This ensures disaster management becomes people centered, inclusive, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണെന്ന് ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നത്, ട്രാൻസ്പെറൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ. കീ സ്റ്റെപ്സ് ഇൻ പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ്. പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് ഇനി നമ്മൾ PSC എന്നും പറഞ്ഞ് കാണുമേ. അപ്പം ആദ്യം എന്താണ് നമ്മൾ ഈ പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ആദ്യം ആരൊക്കെയാണ് ഡിസാസ്റ്റർ കാരണം എഫക്റ്റ് ആയെന്ന് ഉള്ളവർ അല്ലേ നമ്മൾ നോക്കുന്നു. ഐഡൻറ്റിഫൈയിങ് ദ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, ലോക്കൽ ലീഡേഴ്സ്, NGOs, CBOs, പിന്നെന്താ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, പ്രൈവറ്റ് കമ്പനീസ്, എമർജൻസി സർവീസസ്, NGOs എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലേ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്നെല്ലാം പറഞ്ഞിട്ട്. ഇനി സ്റ്റേക്ക് ഹോൾഡർ അനാലിസിസ്. ഇനി നമ്മൾ നോക്കുന്നു അവരൊക്കെ എങ്ങനെ എഫക്റ്റ് ചെയ്ത്, അവരെ നീഡ്സ് എന്തൊക്കെയാണ്, അവരെ റോൾസ് എന്തൊക്കെയാണ്, ഈ ഒരു ഡിസാസ്റ്റർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ റോളാണ് ചെയ്യുന്നത്, അവരെ കപ്പാസിറ്റീസ് എന്തൊക്കെയാണെന്ന്, അവർക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഈ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നതിന്, പിന്നെ അവരെ ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇനി പ്ലാനിങ് പാർട്ടിസിപ്പേഷൻ. ഡിസൈഡ് ഹൗ ഈച്ച് ഗ്രൂപ്പ് വിൽ പാർട്ടിസിപ്പേറ്റ് അല്ലേ. ഇപ്പോൾ കുറേ ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ, കുറേ ഗ്രൂപ്പ്സ് എഫക്റ്റ് ആയിട്ടുള്ളത് അറിയാം. ഇനി ഇവരെല്ലാം എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന്? ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ ഗവൺമെൻറ്റിന് കുറേ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ വില്ലേജേഴ്സിലുള്ളവർക്ക് അവരും സ്റ്റേക്ക് ഹോൾഡറാണ്, പക്ഷേ അവർക്ക് അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ. അപ്പം ഡിസൈഡ് ഹൗ ഈച്ച് ഗ്രൂപ്പ് വിൽ പാർട്ടിസിപ്പേറ്റ്. അപ്പം ഇപ്പോൾ മീറ്റിംഗ്സ്, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, PRA പബ്ലിക് റൂറൽ അപ്രൈസൽ, നമ്മൾ ഈ വില്ലേജേഴ്സും ലോക്കൽ ആൾക്കാർക്കെല്ലാം. പിന്നെന്താ സോഷ്യൽ മാപ്പിംഗ്, കമ്മ്യൂണിറ്റി വർക്ക്ഷോപ്സ് എല്ലാം നടത്തിയിട്ട് നമ്മളെ പാർട്ടിസിപ്പേഷൻ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക, എങ്ങനെ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നുള്ള പാർട്ടിസിപ്പേഷൻ. പിന്നെന്താ എൻഗേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. എൻഗേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻവോൾവ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ നീഡ്സ് അസസ്മെൻറ്റ്, റിസ്ക് മാപ്പിംഗ്, എവിടെയൊക്കെയുണ്ട് റിസ്ക്, എവിടെയൊക്കെയാണ് കൂടുതൽ ഹൈ റിസ്ക് ഏരിയ, ലോ റിസ്ക് ഏരിയ, അതൊക്കെ നോക്കിയിട്ട് അവിടെയാണ് ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതൊക്കെയാണ് റിസ്ക് മാപ്പിങ്ങിന് ഉദ്ദേശിക്കുന്നത്. ഇവാക്യുവേഷൻ പ്ലാനിങ് സെൽഫ് എക്സ്പ്ലനേറ്ററി. ഷെൽട്ടർ മാനേജ്മെൻറ്റ്, എവിടെയൊക്കെയാണ് ഷെൽട്ടർ കൊടുക്കേണ്ടത്, ആരൊക്കെയാണ് ഷെൽട്ടർ. ഇപ്പോൾ നമ്മളെ NGOs ഒക്കെ വന്നിട്ട് പെട്ടെന്ന് ഷെൽട്ടർ ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ അവർക്കായിരിക്കും ഈ ഷെൽട്ടറിൻ്റെ പണി മൊത്തം കൊടുക്കുന്നത്, മനസ്സിലായി. റിലീഫ് ഡിസ്ട്രിബ്യൂഷൻ എക്സെട്ര. പിന്നെ പിന്നെ വോളണ്ടിയേഴ്സ് എല്ലാം വന്ന് എന്താ ഷെൽട്ടർ സഹായിക്കും, റിലീഫിന് സഹായിക്കും, ഇവാക്യുവേഷൻ പ്ലാനിങ്ങിന് സഹായിക്കും. പിന്നെ മോണിറ്ററിങ് ആൻഡ് ഫീഡ്ബാക്ക്. കളക്ട് ദ ഫീഡ്ബാക്ക്, ഇവാലുവേറ്റ് ദ പാർട്ടിസിപ്പേഷൻ ക്വാളിറ്റി ആൻഡ് റിവൈസ് പ്ലാൻസ്. ഓക്കെ, ഇപ്പം ഒരു ഗ്രൂപ്പ് നേരെ ചെയ്യുന്നില്ലെങ്കിൽ ആ സംഭവം വേറെ ഒരു ഗ്രൂപ്പിന് കൊടുക്കുക, നല്ലോണം ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന്. 3 ബേസിക് ഫോംസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെ ഞാൻ പറഞ്ഞു, ഡയറക്റ്റ്ലി അഫക്റ്റഡ് ആയിട്ടുള്ളവരാവും, ഇൻഡയറക്റ്റ്ലി അഫക്റ്റഡ് ആയിട്ടുള്ളവരാവും. അപ്പം അതിനെ തന്നെ നമ്മൾ 3 ഫോമായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഹു ആർ ഡയറക്ട്ലി അഫക്റ്റഡ് ബൈ ദ ഡിസാസ്റ്റേഴ്സ് സച്ച് എസ് കമ്മ്യൂണിറ്റി, ലോക്കൽ റെസിഡൻസ് അല്ലേ. സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്താ? ഇൻഡയറക്ട്ലി ഇൻവോൾവ്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, മീഡിയാസ്, വോളണ്ടിയേഴ്സ്, അവരൊക്കെ.
പിന്നെ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെ? ഹൈ ഇൻഫ്ലുവൻസ് ആൻഡ് റിസോഴ്സസ് ലൈക്ക് ഗവൺമെൻറ്, ഡോണേഴ്സ്, ആംഡ് ഫോഴ്സസ്. അവർ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന ഫോമിലാണ് വരുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ. ഇനി എന്തിനാണ് എല്ലാവരും കൂടെ കൂട്ടി എന്താണ് ഡിസാസ്റ്റർ മാനേജ് ചെയ്യാൻ നിൽക്കുന്നത്? ഒരാൾക്ക് അങ്ങനെ ചെയ്താൽ പോരെ? ഗവൺമെൻറ്റിന് മാത്രം അങ്ങനെ ചെയ്താൽ പോരെ? ഇല്ല, അല്ലെങ്കിൽ അവിടെ നടന്നവർ അവർ മാത്രം എന്താണ് നോക്കിയാൽ പോരെ ഡിസാസ്റ്റർ? അവർക്ക് വന്ന ഡിസാസ്റ്ററില്ലേ നമ്മളെന്തിനാണ് നോക്കുന്നത്, തലയിടാൻ പോകുന്നത്? അല്ല. കീ ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ എന്താ? അപ്പോൾ എല്ലാവരും എങ്ങനെയെങ്കിലുമൊക്കെ അഫക്റ്റഡ് ആയിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും പാർട്ടിസിപ്പേഷന് തയ്യാറാവണം. എന്തുകൊണ്ടാ? ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലോക്കൽ റിസ്ക്, എഫിഷ്യൻറ്റ് റെസ്പോൺസ് ഡ്യൂ ടു കമ്മ്യൂണിറ്റി നോളജ്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ നമുക്കൊരു എഫിഷ്യൻറ്റ് റെസ്പോൺസ് പെട്ടെന്നുള്ളൊരു ക്വിക്ക് റെസ്പോൺസ് കിട്ടത്തുള്ളൂ. ഡ്യൂ ടു കമ്മ്യൂണിറ്റി നോളജ്. ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഒരു ഡിസാസ്റ്റർ വന്നാൽ ആ കമ്മ്യൂണിറ്റിക്കാർക്ക് അറിയായിരിക്കും ഇവിടെ എന്തൊക്കെ ഡിസാസ്റ്റർ വരാൻ എന്തൊക്കെ ഡിസാസ്റ്റർ വരാൻ സാധ്യതയുണ്ട്. ഈ ഡിസാസ്റ്ററൊക്കെ വന്നാൽ പണ്ട് വന്ന പോലെ തന്നെ ഇപ്പോഴും നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് എടുക്കേണ്ടതെന്ന് അറിയാം. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാളെ എക്സ്പേർട്ട് വിളിച്ചുകൊണ്ട് വന്നാൽ ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും എന്തൊക്കെയാണ് പണ്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിനെ ഇൻവോൾവ് ചെയ്താൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ. പിന്നെ സ്ട്രെങ്തൻസ് ഓണർഷിപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, റെഡ്യൂസസ് കോൺഫ്ലിക്റ്റ്, എൻഹാൻസസ് ട്രാൻസ്പെറൻസി, ഇംപ്രൂവ്സ് റിസോഴ്സ് അലോക്കേഷൻ. ഇപ്പോൾ ഹൈ റിസ്ക് ഏരിയയിൽ ഹൈ റിസോഴ്സ് കൊടുക്കേണ്ടി വരും, കുറേ റിസോഴ്സ് അവിടെ ചിലവാക്കേണ്ടി വരും. ലോ റിസ്ക് ഏരിയസിൽ അത്രയും ചിലവാക്കേണ്ടി വരില്ല. സപ്പോർട്ട്സ് ലോങ് ടേം റിക്കവറി, ബിൽഡ്സ് ട്രസ്റ്റ് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് കമ്മ്യൂണിറ്റി അല്ലേ. ആ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടെങ്കിൽ ഗവൺമെൻറ് പറയുന്ന എല്ലാ ഇൻഫർമേഷനും കറക്റ്റ് ആണെങ്കിൽ ഗവൺമെൻറ്റിനോട് ഒരു ട്രസ്റ്റ് ഉണ്ടാവും, തിരിച്ച് ഗവൺമെൻറ്റും കമ്മ്യൂണിറ്റിയോട് ഒരു ട്രസ്റ്റ് ഉണ്ടാവും. എഫക്റ്റീവ് വേസ് ടു പ്രൊമോട്ട് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഇനി എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെ? ഓർഗനൈസിങ് കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാംസ്, കണ്ടക്ടിങ് പബ്ലിക് റൂറൽ അപ്രൈസൽ ടൂൾസ്, എസ്റ്റാബ്ലിഷിംഗ് ലോക്കൽ ഡിസാസ്റ്റർ കമ്മിറ്റീസ്. ലോക്കൽ എവിടെയൊക്കെ ഡിസാസ്റ്റർ വരുന്ന സാധ്യതയുള്ള അവിടെ ഇതുപോലെ കമ്മിറ്റീസ് ഉണ്ടാക്കാം. പിന്നെ ട്രെയിനിങ് വെരി ഇമ്പോർട്ടൻറ്റ്. റെഗുലർ ഡ്രിൽസ് ആൻഡ് മോക്ക് എക്സസൈസസ്. ഒരു ഡിസാസ്റ്റർ അഥവാ ഇതൊക്കെ എമർജൻസി പ്രിപ്പയർനെസ്സിൻ്റെ അവിടെ വരും. അതായത് ഒരു ഡിസാസ്റ്റർ അഥവാ വന്നാൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത്. ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. നമ്മൾ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ വീണ്ടും എടുത്ത് പറയുന്നു. കൊളാബറേഷൻ വിത്ത് NGOs അല്ലേ. ഇവന്മാരെല്ലാം പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? സെക്കൻഡറി ഇൻഡയറക്റ്റ്ലി അഫക്റ്റഡ് ആൾക്കാരാണ്. അപ്പം ഇവരായിട്ടെല്ലാം കൊളാബ് ചെയ്താൽ ഇവർ നമ്മളെ സഹായിക്കാൻ വരും എന്തെങ്കിലും ഡിസാസ്റ്റർ നമ്മുടെ സ്ഥലത്ത് ഏരിയയിൽ വന്ന. എൻകറേജിങ് യൂത്ത് ആൻഡ് വിമൻ പാർട്ടിസിപ്പേഷൻ. 2 എക്സാമ്പിൾസ് അവർ ചോദിച്ചല്ലോ, ഇവർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ പെടുമല്ലോ, എല്ലാവരും പെടും, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അഫക്റ്റഡ്. ഇവരെല്ലാം എന്തിനാണ് ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വലിയ ഉപകാരമുണ്ടോ? ഒന്ന് നോക്കിയൊക്കെ. ഫ്ലഡ് റെസ്പോൺസിൻ്റെ സമയത്ത് ലോക്കൽ ഫിഷർമാൻ അവരൊരു സ്റ്റേക്ക് ഹോൾഡർ ആണല്ലേ. അവർക്ക് അറിയാമായിരിക്കും സേഫ് ഇവാക്വേഷൻ റൂട്ട്സ് ഏതൊക്കെയാണ്. അപ്പോൾ അവർ ഇൻവോൾവ് ചെയ്യുന്നതിന് ഒരു കാര്യം മനസ്സിലായല്ലേ. അപ്പം വിച്ച് ലീഡ്സ് ടു ഫാസ്റ്റർ റെസ്ക്യൂ. ഇനി NGOസും കമ്മ്യൂണിറ്റി അവരെന്തിനും ഇൻവോൾവ് ചെയ്യുന്നത്? ദേ ക്യാൻ ജോയിൻലി പ്ലാൻ ഷെൽട്ടർ റീകൺസ്ട്രക്ഷൻ, മോർ ഡ്യൂറബിൾ ആൻഡ് കൾച്ചറലി അപ്രോപ്രിയേറ്റ് ഷെൽട്ടേഴ്സ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന്. ഇപ്പോൾ ഒരു സൈക്ലോൺ എല്ലാം വന്നാൽ. ഇനി കമ്മ്യൂണിക്കേഷൻ. ഇനിയിപ്പം ഒരു ഡിസാസ്റ്റർ വന്നാൽ അത് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ അവിടെ ഉള്ള ആൾക്കാരുടെ അടുത്തല്ല. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ റിസ്ക് എന്താ, കമ്മ്യൂണിക്കേഷൻ ക്രൈസിസ്, ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റെപ്സ്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. നോക്കാം. വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു എഫക്റ്റീവ് ഡിസാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ? 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വീണ്ടും സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട്. ഹൗ ക്യാൻ വൺ എൻഷ്യൂർ എഫക്റ്റീവ് ഡിസാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഐഡൻറ്റിഫൈ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പം മനസ്സിലായില്ലേ ഏത് ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളത്? എക്സ്പ്ലെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ റിസ്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ. അത് തമ്മിലുള്ള ഡിഫറൻസ് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റിസ്ക് കമ്മ്യൂണിക്കേഷൻ, ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 6 മാർക്കിനുള്ള ഇതാ. പിന്നെന്താ, ഡിഫൈൻ റിസ്ക് ആൻഡ് ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം. അപ്പം ഡിസാസ്റ്റർ കമ്മ്യൂണിക്കേഷനിലെ സ്റ്റെപ്സ് എന്തൊക്കെ? എഫക്റ്റീവായിട്ടൊരു ഡിസാസ്റ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വരുന്നുണ്ട് എന്ന് എല്ലായിടത്തും എത്തിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഏതാ റിസ്ക്, അതിൻ്റെ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ആ ഡിസാസ്റ്ററിൻ്റെ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് മെസ്സേജ് ഡിസൈൻ. മെസ്സേജ് ഡിസൈൻ എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. ക്ലിയർ ആൻഡ് സിമ്പിൾ മെസ്സേജസ് അബൌട്ട് ദ ഹസാർഡ്, റിസ്ക് ലെവൽ ആൻഡ് പ്രൊട്ടക്റ്റീവ് ആക്ഷൻ. അപ്പം ക്ലിയർ ആൻഡ് സിമ്പിൾ മെസ്സേജാണ്. ആ മെസ്സേജ് വാരി വലിച്ചൊന്നും എഴുതാൻ പാടില്ല, അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പം ഹസാർഡ് എന്താ, ആ റിസ്ക് ലെവൽ എന്താണ്. ഇപ്പോൾ ഒരു വലിയ മഴ ഉണ്ടെങ്കിൽ അത് വലിയ റിസ്ക് ഒന്നും ആയിരിക്കുമല്ലോ അല്ലേ. എന്നാൽ ഒരു ശക്തമായ ഒരു ചുഴലിക്കാറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിസ്ക് കൂടുതലാണ് അല്ലേ. അപ്പോൾ അതിനെ പെട്ടെന്ന് നമ്മൾ മെസ്സേജ് അയക്കണം. നമുക്ക് ഈ SMS ഒക്കെ വരില്ലേ അതുപോലെ. അപ്പം അതാണ് ഈ മെസ്സേജ് ഡിസൈൻ. SMS-ലാണോ വരണ്ടേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോംസിൽ വേണോ ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ മെസ്സേജ് കൊടുക്കണ്ടേ,
അങ്ങനെ അതാണ് ഈ മെസ്സേജ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെലക്ടിങ് കമ്മ്യൂണിക്കേഷൻ ചാനൽ, ഏത് കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴിയാണെന്ന് കണ്ട, യൂസ് മൾട്ടിപ്പിൾ ചാനൽസ്. അപ്പോൾ എല്ലാ ചാനലിലും ഒരുമിച്ച് കൊടുക്കുക. കാരണം എല്ലാവരും ഒരു ചാനൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം എന്നില്ലല്ലോ. ഇപ്പോൾ SMS എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണം. നമ്മളെല്ലാം മെസ്സേജ് കാണുമ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ എല്ലാം ഓഫ് ആക്കി വെക്കും അല്ലേ. അപ്പോൾ റേഡിയോ, TV, സോഷ്യൽ മീഡിയ, SMS, ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് അറിയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പബ്ലിക് അഡ്രസ് സിസ്റ്റംസ്, ലോക്കൽ വോളണ്ടിയേഴ്സ് വഴി അറിയിക്കുക. അപ്പം സെലക്ടിങ് മൾട്ടിപ്പിൾ ചാനൽസ്. ടൈംലി ഡിസമിനേഷൻ, ഏർലി ആൻഡ് ഫ്രീക്വൻറ്റ് വാർണിംഗ് റെഡ്യൂസസ് കാഷ്വാലിറ്റീസ്. അപ്പോൾ ഈ ഏർലി വാർണിംഗ് സിസ്റ്റം എന്നെല്ലാം കേട്ടില്ലേ, അതാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. അപ്പം എന്തെങ്കിലും ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏർലി ആയിട്ട് നമ്മൾ വാർണിംഗ് കൊടുത്താൽ നമ്മൾ എന്തെങ്കിലും ഡിസാസ്റ്റർ കാരണം ഉണ്ടാകുന്ന കാഷ്വാലിറ്റീസിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇനി കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്, 2-way കമ്മ്യൂണിക്കേഷൻ വിത്ത് കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, NGOs, നാഷണൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആൻഡ് വോളണ്ടിയേഴ്സ്. ഓക്കെ, ഇവരായിട്ട് ഒരു 2-way കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുന്നത് നല്ലതായിരിക്കും. ഇനി മോണിറ്ററിങ് ആൻഡ് ഫീഡ്ബാക്ക്, അഡ്ജസ്റ്റ് ദ മെസ്സേജിങ് ബേസ്ഡ് ഓൺ പബ്ലിക് റെസ്പോൺസ്. അപ്പോൾ പബ്ലിക്കിൻ്റെ റെസ്പോൺസ് അനുസരിച്ചിട്ട് നമ്മൾ നോക്കാം ഇവർ ഏതിലാണ്. ഇപ്പോൾ SMS കൂടുതലും ആൾക്കാർക്ക് മനസ്സിലായെന്ന് തുടങ്ങിയാൽ പിന്നെ SMS തന്നെ ബാക്കിയെല്ലാം മെയിൻ പ്രയോറിറ്റി ആയിട്ട് മെസ്സേജ് ആദ്യം SMS തന്നെ എത്തിക്കാൻ നോക്കാം അല്ലേ. പിന്നെ കോർഡിനേഷൻ, എൻഷുർ കൺസിസ്റ്റൻസി എമംഗ് ഏജൻസീസ് ടു അവോയ്ഡ് മിസ്ഇൻഫോർമേഷൻ. ഓക്കെ, ഇപ്പോൾ ഒരാൾ ഒരു മെസ്സേജ് അയച്ചു, വേറെ മീഡിയയിൽ അല്ലെങ്കിൽ വേറൊരു കമ്മ്യൂണിറ്റിക്കാർ വേറെ മെസ്സേജ് അയച്ച് അത് ശരിയാവില്ല അല്ലേ. അപ്പം എല്ലാവരും മെസ്സേജ് അയക്കുമ്പോൾ കോർഡിനേറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുക. ഒരേ മെസ്സേജ് തന്നെ എല്ലാവർക്കും എത്തുന്നുണ്ടോ എന്ന് നോക്കാം. ഇവാലുവേഷൻ, റിവ്യൂ കമ്മ്യൂണിക്കേഷൻ പെർഫോമൻസ് ആഫ്റ്റർ എ ഡിസാസ്റ്റർ. ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ നമ്മളെ കുറേ മലയാളികൾക്ക് ഹിന്ദി അറിയണമെന്നില്ല അല്ലേ. അപ്പോൾ ഹിന്ദിയിലൊക്കെ മെസ്സേജ് വന്നാൽ ഇതെന്തോ സ്പാമാന്ന് വിചാരിച്ചിരിക്കും, അല്ലെങ്കിൽ ഈ സ്കാമാന്ന് വിചാരിച്ചിരിക്കും. നമ്മൾ നോക്കുകയാണ് ലാംഗ്വേജ് ബാരിയേഴ്സ് അല്ലേ, ലാക്ക് ഓഫ് ട്രസ്റ്റ് ഇൻ അതോറിറ്റീസ്, പുവർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ടെക്നോളജി ഫെയിലിയർ. മെസ്സേജ് വന്നു പക്ഷെ നെറ്റില്ല, കാര്യമില്ല അല്ലേ. ഇന്നക്യുറേറ്റ് ഓർ ഔട്ട്ഡേറ്റഡ് ഇൻഫർമേഷൻ. അപ്പം ഇന്നലെ വരേണ്ട മെസ്സേജ് ഇന്ന് രാവിലെ വന്നേ, അപ്പോഴത്തേക്കും ആൾക്കാർ ഉണ്ടാവണം ഇല്ലയെന്ന് നമുക്ക് തോന്നില്ല അല്ലേ. ആൾക്കാരുണ്ടാവണം എന്നില്ല. വലിയ ശക്തമായ എന്തെങ്കിലും സൈക്ലോണോ എന്തെങ്കിലും വന്നാൽ ഇന്നലെ വരേണ്ട മെസ്സേജ് ഇന്ന് വന്ന കാര്യമുണ്ടോ? ഇല്ല. റൂമേഴ്സ് ആൻഡ് മിസ്ഇൻഫോർമേഷൻ, അൺക്ലിയർ മെസ്സേജസ്, കൾച്ചറൽ ഡിഫറൻസസ്. അതാ പറഞ്ഞത്, ക്ലിയർ ആൻഡ് സിമ്പിൾ മെസ്സേജസ് പ്രൊവൈഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം. കൾച്ചറൽ ഡിഫറൻസസ്, ലോ ലിറ്ററസി ലെവൽസ്. ഇപ്പം മെസ്സേജ് വന്നു, ഓക്കെ മനസ്സിലായി, നമ്മുടെ ഭാഷയിൽ തന്നെ വരുന്നത്, പക്ഷെ നമുക്ക് വായിക്കാൻ അറിയില്ല, കാര്യമില്ലല്ലോ. പാനിക് ഓർ ഇമോഷണൽ സ്ട്രെസ്. ഓക്കെ, ഇനി എന്താ റിസ്ക് കമ്മ്യൂണിക്കേഷൻ വേഴ്സസ് ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ. റിസ്ക് കമ്മ്യൂണിക്കേഷൻ വേഴ്സസ് ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ. റിസ്ക് കമ്മ്യൂണിക്കേഷൻ ഇസ് ഡൺ ബിഫോർ ദ ഡിസാസ്റ്റർ അല്ലേ. ഡിസാസ്റ്ററിന് മുന്നെയാണ് നമ്മൾ റിസ്കിനെ കുറിച്ചെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ ശക്തമായ മഴ വരുന്നുണ്ട്, അത് ഒരു റിസ്കി സിറ്റുവേഷൻ ആണ്. പക്ഷേ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് അല്ലെങ്കിൽ ആഫ്റ്റർ, ഇറ്റ് ഈസ് ഡൺ ഡ്യൂറിങ് ഓർ ആഫ്റ്റർ എ ഡിസാസ്റ്റർ ഹാസ് ടേക്കൺ പ്ലേസ്. ഇനി ഇതിൻ്റെ എയിം എന്താ? അവയർനെസ് ആൻഡ് പ്രിപ്പയർനെസ്. നമ്മളൊന്ന് നോക്കി നിന്നോ, ഇതൊക്കെ വരുന്നുണ്ട്, ഇത് വന്നാൽ നമ്മൾ അതിനനുസരിച്ച് വേണം ഇതാക്കാൻ. ഇപ്പം വെള്ളപ്പൊക്കം 2018 വെള്ളപ്പൊക്കത്തിന് ഏർലി വാർണിംഗ് സിസ്റ്റം എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു, വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുള്ള സ്ഥലത്ത്. അപ്പോൾ അതിന് പ്രിപ്പയർഡായി നിൽക്കാനെല്ലാം ഉള്ള ഒരു വാർണിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ കൊടുത്തത്. പിന്നെന്താ, ഇനി അഥവാ വെള്ളപ്പൊക്കം വന്ന ഇമ്മീഡിയറ്റ് സേഫ്റ്റിയാണ് ഇതിൻ്റെ എയിം. ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് എന്തിനാ? ഇമ്മീഡിയറ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇനി സ്ലോ ആണ്, പ്ലാൻഡ് ആണ്, എഡ്യൂക്കേഷനാണ് റിസ്ക് കമ്മ്യൂണിക്കേഷൻ. ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇറ്റ് ഈസ് ഫാസ്റ്റ്, അർജൻറ്റ് ആൻഡ് ഡയറക്റ്റീവ്, ബിക്കോസ് ഇറ്റ് ഈസ് ഡൺ ഡ്യൂറിങ് ഓർ ആഫ്റ്റർ എ ഡിസാസ്റ്റർ. പിന്നെന്താ, ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സൈക്ലോൺ പ്രിപ്പയർനെസ് ക്യാമ്പയിൻ, ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ ഫ്ലഡ് പ്രിപ്പയർനെസ് ക്യാമ്പയിനും പറയാം. പിന്നെന്താ, ഇവിടെയാണെങ്കിൽ ഇവാക്യുവേഷൻ അലേർട്സ് ആണ്. ഡ്യൂറിങ് എ ഡിസാസ്റ്റർ ആണ്. അപ്പോൾ നമ്മൾ അവിടെ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യുക ആ സ്ഥലത്ത് നിന്ന്, ഈ ഹസാർഡ് പ്രോൺ ഏരിയയിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുക പെട്ടെന്ന്. ഇനി വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്? 3 മാർക്കും ചോദിച്ചിട്ടുണ്ട്. എന്താണ്? എൻഷുവേഴ്സ് ടൈംലി വാർണിംഗ്, പ്രിവെൻറ്റ്സ് പാനിക് ആൻഡ് കൺഫ്യൂഷൻ ആൻഡ് ഗൈഡ്സ് ഇവാക്യുവേഷൻ റെസ്പോൺസ്. അപ്പോൾ ഇപ്പോൾ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ നെയ്ബറിൻ്റെ നിന്ന് പറഞ്ഞു കേട്ടോ, ഇവിടെ ശക്തമായ എന്തോ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര പാനിക്കായിരിക്കും അല്ലേ. അപ്പം ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ വന്നാൽ അല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഇറ്റ് പ്രിവെൻറ്റ്സ് പാനിക് ആൻഡ് കൺഫ്യൂഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ഒരു സംഭവം കേട്ടു, വേറെ ഒരാളിൽ നിന്ന് വരില്ല എന്ന് കേട്ടു, കൺഫ്യൂഷൻ അല്ലേ. അപ്പം ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇനേബിൾസ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഏജൻസീസ്. ഇതിനൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻസ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈ 4 പോയിൻ്റാണ് എഴുതേണ്ടത്. ഓക്കെ, വേറെയും പോയിൻറ്റ്സ് ഉണ്ട്, 3 മാർക്കിന് ചോദിച്ചാൽ 4 പോയിൻ്റ് എഴുതി. ക്രൈസിസ് കൗൺസിലിംഗ്. ഓക്കെ, ക്രൈസിസ് കൗൺസിലിംഗ് നമ്മുടെ സാധാ കൗൺസിലിംഗ് വ്യത്യാസമാണ് കേട്ടോ. നമ്മൾ നോക്കുകയാണെങ്കിൽ
കൗൺസിലിംഗ് എന്ന് വെച്ചാൽ എന്താ? പ്രൊഫഷണൽ അസിസ്റ്റൻസ് ടു ഇംപ്രൂവ് ദ ഇമോഷണൽ വെൽബീയിങ്. പ്രൊഫഷണൽ അസിസ്റ്റൻസ് ടു ഇംപ്രൂവ് ദ ഇമോഷണൽ വെൽബീയിങ്. പക്ഷേ ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ക്രൈസിസ് നടന്നതിന് ശേഷം കൊടുക്കുന്ന കൗൺസിലിംഗ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹിറോഷിമ അല്ലെങ്കിൽ നാഗസാക്കിയിൽ അവിടെ ബോംബ് വീണപ്പോൾ ഒരു വലിയൊരു ഡിസാസ്റ്ററാണ്, ഒരു വലിയൊരു ദുരന്തമാണ് അല്ലേ. അപ്പോൾ അതിന് ആൾക്കാരെ ആ ഒരു ട്രോമ അനുഭവപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിന് തിരിച്ചു വരാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇവർക്ക് ക്രൈസിസ് കൗൺസിലിംഗ് കൊടുക്കണം, അത് അവർക്കാണ് അതിൻ്റെ ആവശ്യമുള്ളത് അല്ലേ. അപ്പം ഇവിടെ ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം സൈക്കോളജിക്കൽ സപ്പോർട്ട് ഫോർ ദ ഡിസാസ്റ്റർ അഫക്റ്റഡ് പീപ്പിൾ. ഷോർട്ട് ടേം സൈക്കോളജിക്കൽ സപ്പോർട്ട് ഫോർ ദ ഡിസാസ്റ്റർ അഫക്റ്റഡ് പീപ്പിൾ. എന്തിനാ? ടു റെഡ്യൂസ് ട്രോമ, ഫിയർ ആൻഡ് ഷോക്ക്. അപ്പോൾ ഒരു ഷോർട്ട് ടേം സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് ക്രൈസിസ് കൗൺസിലിംഗ്. ഷോർട്ട് ടേമോ ആവും ലോങ് ടേമോ ആവട്ടോ. ഇപ്പോൾ ഹിറോഷിമ നാഗസാക്കി എല്ലാം ഇപ്പോഴും ആൾക്കാർക്ക് പേടിയാണ് അല്ലേ. ഡിസ്ക്രൈബ് ദ കീ ക്വാളിറ്റീസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് മേക്സ് എ ക്രൈസിസ് കൗൺസിലർ എഫക്റ്റീവ്. അപ്പോൾ ഒരു എഫക്റ്റീവ് ക്രൈസിസ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ക്രൈസിസ് കൗൺസിലർ അല്ലേ. അപ്പോൾ ഇയാൾ എങ്ങനെയാണ് ഒരു എഫക്റ്റീവ് ക്രൈസിസ് കൗൺസിലറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? പിന്നെ എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫക്റ്റീവ് ക്രൈസിസ് കൗൺസിലേഴ്സ് ആൻഡ് സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്രൈസിസ് കൗൺസിലിംഗ് എന്തിനാണ് നടത്തുന്നത്, പിന്നെ ക്രൈസിസ് കൗൺസിലേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, പിന്നെ ഡിഫൈൻ കൗൺസിലിംഗ് ആൻഡ് ക്രൈസിസ് കൗൺസിലിംഗ് 3 മാർക്കും ചോദിച്ചു. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഇതാ. പിന്നെ വാട്ട് ഡിസ്റ്റിങ്ക്വിഷസ് ക്രൈസിസ് കൗൺസിലിംഗ് ഫ്രം റെഗുലർ കൗൺസിലിംഗ് വീണ്ടും ചോദിച്ചു 3 മാർക്കിന്. വൈ ഈസ് ക്രൈസിസ് കൗൺസിലിംഗ് ഇമ്പോർട്ടൻറ്റ് ആഫ്റ്റർ ഡിസാസ്റ്റർ 3 മാർക്കിന്. ഡിഫൈൻ ക്രൈസിസ് ആൻഡ് ലിസ്റ്റ് ഇൻസ്റ്റൻസസ് ഓഫ് ക്രൈസിസ്. നോക്കാം. ഹൗ ക്രൈസിസ് കൗൺസിലിംഗ് ഡിഫേഴ്സ് ഫ്രം റെഗുലർ കൗൺസിലിംഗ്. യെസ്, ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആൻഡ് ഷോർട്ട് ടേം, ആ ഡിസാസ്റ്റർ കഴിഞ്ഞ ഉടനെ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ലോങ് ടേം ആണല്ലേ, കുറേ കാലം പോയിക്കൊണ്ടേയിരിക്കും. വേറെ എന്തെങ്കിലും പ്രശ്നം ഇമോഷണൽ വെൽബീങ്ങിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് ആണ്, അപ്പോൾ അത് കുറേ കാലം പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ക്രൈസിസ് കൗൺസിലിംഗ് ഈസ് ഇമ്മീഡിയറ്റ് ആൻഡ് ഷോർട്ട് ടേം. ഇറ്റ് ഫോക്കസസ് ഓൺ സ്റ്റെബിലൈസേഷൻ, നോ ഡീപ്പ് തെറപ്പി. ഇവിടെ ഡീപ്പ് തെറപ്പി ഒന്നുമല്ല ചെയ്യുന്നത്. ഒരാളിനെ തിരിച്ച് അയാളുടെ ലൈഫ് ബാക്ക് ടു നോർമൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് ആണ് ക്രൈസിസ് കൗൺസിലിംഗ്. അപ്പോൾ ഇറ്റ് ഫോക്കസസ് ഓൺ സ്റ്റെബിലൈസേഷൻ, അയാളെ ലൈഫ് ബ്രിങ് ഇറ്റ് ബാക്ക് ടു എ സ്റ്റേബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു നോർമൽ കണ്ടീഷൻ അല്ലേ. ഇറ്റ്സ് ഗോൾ ഇസ് ടു റിസ്റ്റോർ ദ ഫങ്ഷനിങ് ക്വിക്ക്ലി, അയാളെ തിരിച്ച് നോർമൽസിയിലോട്ട് കൊണ്ടുവരാം. ഹൈ അർജൻസി ആൻഡ് ഇമോഷണൽ ഇൻറ്റൻസിറ്റിയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഹൈ അർജൻസിയാണ്. ഇപ്പോൾ നമ്മൾ സാധാ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യാം ഓക്കെ. പക്ഷേ ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് ചെയ്യുന്നോ അത്രയും നല്ലത്. കാരണം അയാൾ ആ ട്രോമ അല്ലെങ്കിൽ അനുഭവപ്പെടും, ആ ഫിയർ ഉണ്ടാവും, ആ ഒരു പാനിക് ഉണ്ടാവും, ഡിസ്ട്രെസ് ഉണ്ടാവും. ക്വാളിറ്റീസ് ഓഫ് ആൻ എഫക്റ്റീവ് ക്രൈസിസ് കൗൺസിലർ. അപ്പോൾ ഈ കൗൺസിലറിൻ്റെ എഫക്റ്റീവ് ക്രൈസിസ് കൗൺസിലർ അല്ലെങ്കിൽ കൗൺസിലറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഹി മസ്റ്റ് ബി എ ഗുഡ് ലിസണർ. അവർക്ക് കുറേ പറയാൻ ഉണ്ടാവും, ഈ ഡിസാസ്റ്റർ അനുഭവപ്പെട്ടവർക്ക് കുറേ പറയാൻ ഉണ്ടാവും. ഹി മസ്റ്റ് ബി എംപത്തറ്റിക്, ഇമോഷണലി സ്റ്റേബിൾ, നോൺ ജഡ്ജ്മെൻ്റൽ, ജഡ്ജ് ചെയ്യാൻ പാടില്ല അവരെ. ഹി മസ്റ്റ് ബി പേഷ്യൻ്റ് ആൻഡ് കാം. He must have a good communication skill and he must respect for cultural beliefs. ഓക്കെ, ഇപ്പോൾ ഒരു കൾച്ചറിൽ പോയാൽ അവരെ കൾച്ചറൽ ബിലീഫിനെ റെസ്പെക്റ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഈ ഒരു ക്രൈസിസ് കൗൺസിലർ. പിന്നെ എബിലിറ്റി ടു ഹാൻഡിൽ ട്രോമ കേസസ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഒരു ക്രൈസിസ് കൗൺസിലറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ? എബിലിറ്റി ടു ഹാൻഡിൽ ട്രോമ കേസസ്. കാരണം ഡിസാസ്റ്റർ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ട്രോമ കേസസ് ആയിരിക്കും കൂടുതലും. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി അയാളിന് ഉണ്ടാവണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാവണം. അഡ്വാൻറ്റേജസ് ഓഫ് ക്രൈസിസ് കൗൺസിലിംഗ്. ഇനി ക്രൈസിസ് കൗൺസിലിംഗ് എന്തിനാണ് നടത്തുന്നത്? അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താ, ഗുണം എന്താ? ഇറ്റ് റെഡ്യൂസസ് ഫിയർ, സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. ഇറ്റ് പ്രിവെൻറ്റ്സ് ലോങ് ടേം സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. ഇറ്റ് സപ്പോർട്ട്സ് ഡിസിഷൻ മേക്കിംഗ്. ഇനിയൊരു റാഷ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിനായിട്ടും നല്ല ചിന്തിച്ച് കാൽക്കുലേറ്റഡ് ഡിസിഷൻ എടുക്കണമെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരും. കാരണം ഇവർ ആ പാനിക്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചാടി ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം സപ്പോർട്ട്സ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. റിസ്റ്റോഴ്സ് കോൺഫിഡൻസ് in the individual who is affected with a crisis. പിന്നെ improves community resilience. Okay, instances of crisis എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു ഡെത്ത് ഓഫ് എ ഫാമിലി മെമ്പർ, അതൊരു ക്രൈസിസാണ്. ഡിസാസ്റ്റർ തന്നെ വരണമെന്നില്ല അല്ലേ. ഡെത്ത് ഓഫ് എ ഫാമിലി മെമ്പർ ഇസ് എ ക്രൈസിസ് ആണ്. അപ്പോൾ ഇവർക്ക് ക്രൈസിസ് കൗൺസിലറിൻ്റെ ആവശ്യമുണ്ട്. പിന്നെന്താ, ക്രൈസിസ് കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ സിവിയർ ഇഞ്ചറി വന്നാൽ ചിലപ്പം ആ ഒരു പെട്ടെന്ന് ഉള്ളൊരു ഇതിലായിരിക്കും ആ സിവിയർ ഇഞ്ചറി വന്നത് അല്ലേ. അപ്പം അവർക്കും ക്രൈസിസ് കൗൺസിലിംഗ് വേണം. പിന്നെന്താ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വല്ല വന്നാൽ, ഫ്ലഡ്, എർത്ത് അങ്ങനെയൊക്കെ വന്നാൽ ക്രൈസിസ് കൗൺസിലിംഗ് വേണ്ടി വരും. വയലൻസ്, ക്രൈസിസ് കൗൺസിലിംഗ് വേണ്ടി വരും. പിന്നെന്താ, ലാർജ് ആക്സിഡൻസ് ഒക്കെ ഒരു ക്രൈസിസ് ആണല്ലേ. അപ്പോൾ അവർക്കും ചിലപ്പം ക്രൈസിസ് കൗൺസിലിംഗ് വേണ്ടി വരും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പോകുന്ന സമയത്തായിരിക്കും നമുക്കൊരു വലിയ ആക്സിഡൻറ്റ് നേരിടേണ്ടി വരുന്നത്. അപ്പം അത് നമ്മളെ ബോഡിക്ക് ചിലപ്പോൾ ഉൾക്കൊണ്ടെന്ന് വരില്ല അല്ലേ. കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് വെച്ചാൽ എന്താ? ചോദിച്ച ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. എക്സ്പ്ലെയിൻ കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ ദ കോൺടെക്സ്റ്റ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. വാട്ട് ഇസ് ദ പ്രോസസ് ഓഫ്
identifying stakeholders in disaster management, explain capacity building, relevance of capacity assessment and methods of assessing capacity. 10 മാർക്കിന് വെച്ചിട്ടുണ്ട്. List structural and non-structural measures in capacity building. Capacity building refers to developing skills, resources, institutions, leaderships and capabilities needed to effectively manage disasters. അപ്പം ഒരു സ്ഥലത്തൊരു ഡിസാസ്റ്റർ വരുമ്പോൾ ആ ഡിസാസ്റ്റർ തരണം ചെയ്യാൻ അവർ കേപ്പബിൾ ആണോ, അതാണ് കപ്പാസിറ്റി അല്ലേ. അവർക്ക് ആ ഡിസാസ്റ്റർ ഓവർകം ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടോ, അതിനാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. കപ്പാസിറ്റി ഓഫ് ഡിസാസ്റ്റർ ആ ഓവർകം ചെയ്യാൻ കേപ്പബിൾ ആണെങ്കിൽ ദേ ആർ കേപ്പബിൾ അല്ലേ, അവർക്ക് ആ കപ്പാസിറ്റി എന്താണ് ഉണ്ട് എന്നർത്ഥം, ആ ഡിസാസ്റ്റർ തരണം ചെയ്യാൻ. അതിനാണ് കപ്പാസിറ്റി ബിൽഡിങ്. ഇനി ഇല്ലെങ്കിൽ ആ കപ്പാസിറ്റി ബിൽഡ് ചെയ്തെടുക്കണം, അതിനാണ് കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കപ്പാസിറ്റി ബിൽഡിംഗ് റെഫേഴ്സ് ടു ഡെവലപ്പിംഗ് സ്കിൽസ്, റിസോഴ്സസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലീഡർഷിപ്സ് ആൻഡ് കേപ്പബിലിറ്റീസ് നീഡഡ് ടു എഫക്റ്റീവ്ലി മാനേജ് ഡിസാസ്റ്റർ. ഓക്കെ, നല്ല ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷനാണ്. ഇനി കമ്പോണൻസ് ഓഫ് കപ്പാസിറ്റി ബിൽഡിംഗ്. അപ്പോൾ കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കില്ല് ഇതാക്കുക അങ്ങനെയൊന്നുമല്ല, സ്കില്ല് മാത്രമല്ല, റിസോഴ്സസ് മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, ഇറ്റ് ഈസ് എ ബഞ്ച് ഓഫ് തിങ്സ് അല്ല, ലിസ്റ്റ് ഓഫ് തിങ്സ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ കമ്പോണൻസ് ഉണ്ട് കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ആദ്യം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം സ്ട്രെങ്തൻ ചെയ്യുക. പിന്നെ ഹ്യൂമൻ റിസോഴ്സസ് ട്രെയിനിങ്, നമ്മളെ അവിടെ ഉള്ള പീപ്പിളിനെ ട്രെയിൻ ചെയ്യുക. എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള ട്രെയിനിങ് കൊടുക്കുക. പിന്നെ എക്യുപ്മെൻറ്റ്സ് ആൻഡ് ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, കമ്മ്യൂണിറ്റീനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവരെ ഇൻവോൾവ് ആക്കുക. അപ്പോൾ അതും അവർക്കും അറിയായിരിക്കും കമ്മ്യൂണിറ്റി, ഇപ്പോൾ ലോക്കൽ ആൾക്കാരെ നമ്മൾ അല്ലെങ്കിൽ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റീനെ നമ്മൾ ഡിസാസ്റ്റർ വരുമ്പം എന്തായിരുന്നു കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാൽ അവർക്ക് അറിയായിരിക്കും അല്ലേ, എവിടെയൊക്കെയാണ് ഡിസാസ്റ്റർ ഇനി വരാനുള്ള സാധ്യത, ഒരു ഡിസാസ്റ്റർ എവിടെയൊക്കെ ഇനി എവിടെയായിരിക്കും അഫക്റ്റ് ചെയ്തേക്കുന്നത് ഈ ഡിസാസ്റ്റർ, പണ്ട് എപ്പോഴാണ് ഈ ഡിസാസ്റ്റർ വന്നത്, എവിടെയായിരുന്നു ആ ഡിസാസ്റ്റർ വന്നത്, അന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത്, അതൊക്കെ ഈ ലോക്കൽ ആൾക്കാർക്ക് അറിയായിരിക്കും അല്ലേ. അപ്പോൾ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ കപ്പാസിറ്റി ബിൽഡിംഗ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് കുറച്ചും കൂടി നന്നാക്കിയാൽ അടുത്ത ഡിസാസ്റ്റർ വരുമ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് ഏർലി വാർണിംഗ് സിസ്റ്റവും അവർക്ക് പ്രിപ്പയർഡായി നിൽക്കാനുള്ള സമയം ഉണ്ടാവുമായിരുന്നു. Relevance of capacity assessment. It identifies the strengths and weaknesses. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റി അസസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവും, അയ്യോ ഈ ഒരു ഡിസാസ്റ്റർ വന്നാൽ നമ്മൾ ഡെഡാണ്. അപ്പോൾ അതിനു മുന്നേ എന്താണ് നമ്മളെ കപ്പാസിറ്റിയൊക്കെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കണം. നമ്മളെ റിസോഴ്സസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ പീപ്പിളെ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഒന്ന് സ്ട്രെങ്തൻ ചെയ്തെടുക്കണം. നമ്മളെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എല്ലാം ഒന്ന് കൂട്ടണം. നമ്മളെ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്താൽ മാത്രമേ ഈ ഒരു ഡിസാസ്റ്റർ ഇനി ഫ്യൂച്ചറിൽ വന്നാൽ നമുക്കതിനെ തരണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത്, അപ്പം നമുക്ക് കപ്പാസിറ്റി അസസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്. പിന്നെന്താ, helps allocate resources efficiently. Okay, supports planning and mitigation, ensures sustainable disaster management. മെത്തേഡ്സ് ഓഫ് അസസിങ് കപ്പാസിറ്റി. അപ്പം കപ്പാസിറ്റി അസസ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് റെലവൻസ് നമ്മൾ പറഞ്ഞു 4. ഇനി എങ്ങനെ നമുക്ക് കപ്പാസിറ്റി അസസ് ചെയ്യാം? ഒന്നെന്ന് പറഞ്ഞാൽ സർവേസ് ആൻഡ് ക്വസ്റ്റ്യനേഴ്സ്. ഓക്കെ, അവിടെ ഉള്ള ലോക്കൽ ജനങ്ങളുടെ അടുത്ത് സർവേ എല്ലാം ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവും എത്ര ആൾക്കാർ കേപ്പബിളാണ്, എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രെങ്തൻഡ് ആണ് ഓൾറെഡി, എത്ര എക്യുപ്മെൻറ്റ് ഉണ്ട്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുമോ ഇല്ലയോ, അതൊക്കെ. പിന്നെന്താ, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്. പിന്നെ സ്റ്റേക്ക് ഹോൾഡർ അനാലിസിസ് നമുക്കറിയാം 3 ടൈപ്പ് ഉണ്ട് അല്ലേ, 3 ഫോംസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടെന്ന് അറിയാം, പ്രൈമറി, സെക്കൻഡറി, കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇവരൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ വരുമോ എന്നുള്ളതല്ല. ആസറ്റ് മാപ്പിംഗ്. ഓക്കെ, SWOT അനാലിസിസ്. SWOT എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് അനാലിസിസ്. പിന്നെ കമ്മ്യൂണിറ്റി കേപ്പബിലിറ്റി പ്രൊഫൈലിംഗ്. ഒരു കമ്മ്യൂണിറ്റീൻ്റെ എത്രത്തോളം അവർ കേപ്പബിൾ ആണ് അത് നമ്മൾ പ്രൊഫൈൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ സ്ട്രക്ചറൽ ആൻഡ് നോൺ സ്ട്രക്ചറൽ കപ്പാസിറ്റി ബിൽഡിംഗ് മെഷേഴ്സ്. സ്ട്രക്ചറൽ ബിൽഡിംഗ് മെഷേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്, നോൺ സ്ട്രക്ചറൽ ബിൽഡിംഗ് മെഷേഴ്സ്. അപ്പോൾ എല്ലാം നമ്മൾ ഈ ഫിസിക്കലി ചെയ്യേണ്ട കാര്യമൊന്നും ആയിരിക്കില്ല, ചിലതൊക്കെ നമ്മൾ നോൺ സ്ട്രക്ചറൽ ആയിരിക്കും. ഇനി സ്ട്രക്ചറൽ ഇതിൽ മെഷേഴ്സ് വരുന്നത് എന്താ, കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റേഴ്സ് അല്ലേ. എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ നിയമിക്കുന്നത് അത് ഫിസിക്കൽ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ എക്യുപ്മെൻറ്റ് പ്രൊക്യൂർമെൻറ്റ് ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി വെക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ചെയ്യേണ്ട കാര്യമാണ്, നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി അവിടെ ഉള്ള കമ്മ്യൂണിറ്റി ആയിട്ട്. പിന്നെന്താ, ഇനിയിപ്പം നോൺ സ്ട്രക്ചറൽ കപ്പാസിറ്റി ബിൽഡിംഗ് മെഷേഴ്സ് എന്തൊക്കെയാണ്, പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, ഡ്രിൽസ്, ട്രെയിനിങ്ങും മോക്ക് ഡ്രിൽസ് എല്ലാം കൊടുക്കുന്നത്, പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, പിന്നെ അവയർനെസ് പ്രോഗ്രാം
അവയർനെസ് പ്രോഗ്രാംസ് എല്ലാം കൊടുക്കുന്നു. ഓക്കെ, ഇതൊക്കെ നോൺ സ്ട്രക്ചറൽ കപ്പാസിറ്റി ബിൽഡിംഗ് മെഷേഴ്സിൽ വരുന്നത്. സ്ട്രക്ചറൽ കപ്പാസിറ്റി ബിൽഡിംഗ് മെഷേഴ്സിൽ ആ 3 ഇനി PRA ടൂൾസ് ഞാൻ പറഞ്ഞില്ലേ, പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് കോൺസെപ്റ്റ്. ഇതിൽ നോക്കാം എന്തൊക്കെയാണ് അവിടെ നിന്ന് ചോദിച്ചാൽ. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ ടൂൾ. പിന്നെ ചോദിക്കുന്നത് എന്താ, എക്സ്പ്ലെയിൻ ദ പിരമിഡ് സ്കീം റിലേറ്റഡ് ടു പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ്. അപ്പോൾ പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ, റൂറൽ അഥവാ ലോക്കൽ ആൾക്കാരെ ലോക്കൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അഭിനന്ദിക്കുക. അതാണ് പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ. എന്തിനാണ് ലോക്കൽ ആൾക്കാരെല്ലാം ഇതാക്കാൻ വരുന്നത്? നമുക്ക് NGOസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും സഹായത്തോടെ തന്നെ നമുക്ക് ഡിസാസ്റ്ററിനെ മാറ്റാൻ പറ്റുമല്ലോ. അല്ല, അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾ ഓഫ് പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ? ആദ്യം ലോക്കൽ അഥവാ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. ലോക്കൽ നോളേജ് ഇസ് ദ പ്രൈമറി ഡാറ്റ. അതാ ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ നടക്കുന്നുള്ള സ്ഥലത്ത് ഒരു എക്സ്പേർട്ടിനെ കൊണ്ടുവന്നിട്ട് അവിടെ ഏതൊക്കെ ഡിസാസ്റ്റർ വരുന്നുള്ളതിനെക്കാട്ടിയും നല്ലത് അവിടെ ഉണ്ടായിരുന്ന ലോക്കൽസിനെ വിളിച്ചിട്ട് ഇവിടെ ഏതൊക്കെ ഡിസാസ്റ്ററാണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ ഡിസാസ്റ്റർ വരാൻ സാധ്യതയുണ്ട്, ഇവിടുത്തെ സോയിലിൻ്റെ കണ്ടീഷൻ എന്താ, അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധം ഉണ്ടാവും അല്ലേ. നമ്മളൊരു എക്സ്പേർട്ടിനെ പുറത്തുനിന്ന് വിളിച്ചുകൊണ്ട് വന്നാൽ അവർക്ക് ഇതിനെക്കുറിച്ച് വലുതായിട്ട് അറിയണമെന്നില്ല. അവർ ചിലപ്പോൾ പഴയ ഡാറ്റ ഒക്കെ എടുത്ത് നോക്കിയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ആ ഒരു സമയം ഒന്നും വേണ്ടി വരുമല്ലോ, ഇവർക്ക് എല്ലാം ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിയായിരിക്കും. പിന്നെ ഫ്ലെക്സിബിലിറ്റി, ട്രയാങ്കുലേഷൻ, ക്രോസ് ചെക്കിങ് ഇൻഫർമേഷൻ. ഇനിയിപ്പോൾ ഒരു എക്സ്പേർട്ടിനെ വിളിച്ചുകൊണ്ട് വന്നെന്ന് വിചാരിച്ചോ, നമ്മൾ ഈ പാർട്ടിസിപ്പേറ്ററി റൂറലിനെയും കൂടിയും അല്ലെങ്കിൽ ലോക്കൽസിനെയും കൂടി ഇൻവോൾവ് ആക്കിയാൽ അവരിതെല്ലാം പറഞ്ഞിട്ട് അവർ ഈ പറയുന്ന ഇൻഫർമേഷനും നമ്മളെ ഡാറ്റ ഈ എക്സ്പേർട്ട് കൊണ്ടുവരുന്ന ഡാറ്റയുടെ ഇൻഫർമേഷനും കൂടി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. ഇവർ പറയുന്നത് ശരിയാണ്, അപ്പോൾ ഇവർ പറയുന്നതിൽ കാര്യമുണ്ട്. അപ്പോൾ ഇവരെ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഇവർക്കും ഒരു സന്തോഷം ഉണ്ടാവും, നമ്മളൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഇവിടെ പണിയെല്ലാം നടക്കുന്നതെന്നുള്ള സന്തോഷം ഉണ്ടാവും. ഫെസിലിറ്റേഷൻ റാദർ ദാൻ ഡോമിനേഷൻ. വിഷ്വൽ ടൂൾസ് ഫോർ ഇൻക്ലൂഷൻ, അതായത് മാപ്സ്, ചാർട്ട്സ്. ഓക്കെ, അപ്പം അതൊക്കെ എന്താണ് നമുക്ക് ലോക്കൽസിൻ്റെ നിന്ന് കിട്ടുമല്ലേ. എവിടെ നമ്മളൊരു ചാർട്ട് ലോക്കൽസ് പറയുന്ന രീതിയിൽ നമുക്കൊരു ചാർട്ട് ഉണ്ടാക്കും. ഈ ഒരു ഭാഗത്ത് ഭയങ്കര റിസ്കി ഏരിയയാണ്, ഈ ഒരു ഭാഗത്ത് ഭയങ്കര റിസ്കി ഏരിയയാണ്, ഇവിടെ കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് ഈ വഴി കൂടെ ഇവാക്യുവേഷൻ വല്ലതും ഉണ്ടെങ്കിൽ പോവാം എന്നൊക്കെ നമുക്ക് ലോക്കൽസിൻ്റെ നിന്ന് കുറച്ചും കൂടി നല്ല രീതിയിൽ അറിഞ്ഞ് മനസ്സിലാക്കി മാപ്പും ചാർട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പിരമിഡ് സ്കീം ഇൻ പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് എന്തൊക്കെ? ടോപ്പിൽ എന്താ ഉള്ള കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെ, ഗവൺമെൻറ് ഏജൻസീസ് അവരൊക്കെ. ഇനി മിഡിൽ ആരൊക്കെ വരുന്നത്? നമ്മൾ ആ പിരമിഡ് വരച്ചാണെങ്കിൽ ടോപ്പിൽ ആരാ? നമ്മൾ കീ സ്റ്റേക്ക് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ആരൊക്കെ? NGOs, CBOs അവരൊക്കെ വരുന്നുണ്ട്. പിന്നെന്താ ബോട്ടത്തിൽ പ്രൈമറി സ്റ്റേക്ക് ഹോൾഡർ. ഇപ്പോൾ ഈ ഒരു പിരമിഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ആർക്കായിരിക്കും? ഈ പ്രൈമറി സ്റ്റേക്ക് ഹോൾഡർ അഥവാ കമ്മ്യൂണിറ്റിക്കായിരിക്കും. പിന്നെയാണ് ബാക്കിയുള്ളവരെല്ലാം വരുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും അഫക്റ്റഡ് ആണ്, പക്ഷേ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഏറ്റവും അടിയിലുള്ള പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സിനായിരിക്കും. ഇനി 3 മാർക്ക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടിയുള്ളൂ. പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് എന്താ? ഇറ്റ് ഇൻവോൾവ്സ് കമ്മ്യൂണിറ്റി, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, ഗവൺമെൻറ്, പ്രൈവറ്റ് സെക്ടർ എക്സെട്ര. ഇറ്റ് എൻഷുവേഴ്സ് everyone participates in the planning and decisions of disaster management. It improves ownership and effectiveness of disaster action. Uses local knowledge for better outcome. എവിടെ നമ്മൾ പഠിച്ച പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ അല്ലേ. അപ്പോൾ ആ ലോക്കൽ ആൾക്കാരെയും ഇൻവോൾവ് ചെയ്യുക. അപ്പം ലോക്കൽ നോളേജ് നമുക്ക് കിട്ടിയ ബെറ്റർ ഔട്ട്കമ്മിന് ചാൻസ് ഉണ്ടാക്കും. ഡിഫൈൻ റിസ്ക് ആൻഡ് ക്രൈസിസ് ആൻഡ് റിസ്ക് കമ്മ്യൂണിക്കേഷൻ. റിസ്ക് കമ്മ്യൂണിക്കേഷൻ എന്താ? റിസ്ക് കമ്മ്യൂണിക്കേഷൻ ഇസ് ഡൺ ബിഫോർ എ ഡിസാസ്റ്റർ ആൻഡ് ഇറ്റ് ഗീവ്സ് അവയർനെസ് ഓഫ് ഹസാർഡ്സ് ആൻഡ് പ്രിപ്പയർനെസ് സ്റ്റെപ്സ്. ഓക്കെ, റിസ്ക് എന്ന് പറഞ്ഞാൽ ബിഫോർ എ ഡിസാസ്റ്റർ. അപ്പം ഈ റിസ്ക് ഹൈ റിസ്ക് ആണോ ലോ റിസ്ക് ആണെന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ അതിനെ ആ ഒരു ഡിസാസ്റ്ററിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ എന്താ? ക്രൈസിസ് ഇസ് ഡൺ ഡ്യൂറിങ് അല്ലെങ്കിൽ ആഫ്റ്റർ. നമ്മളൊരു ടേബിളർ കോളമിൽ നേരത്തെ പറഞ്ഞതായിരുന്നു. ഓക്കെ, ഡൺ ഡ്യൂറിങ് അല്ലെങ്കിൽ ആഫ്റ്റർ എ ഡിസാസ്റ്റർ. ഇറ്റ് ഗീവ്സ് അർജൻറ്റ് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പം ക്രൈസിസ് നടന്നതിന് ശേഷമാണ്. അപ്പോൾ ഇതൊക്കെ ക്വിക്ക് റെസ്പോൺസ് ആയിരിക്കും ഈ ക്രൈസിസിൽ. ഓക്കെ, മറ്റേത് സ്ലോ ആണ്. റിസ്ക് കമ്മ്യൂണിക്കേഷൻ സ്ലോ ആണ്, കാരണം ക്രൈസിസ് നടക്കുന്നതിന് മുന്നേ അല്ലേ. അപ്പോൾ ആർക്കും ഒരു തീയൊന്നും ഉണ്ടാവില്ല. ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഡിസാസ്റ്റർ. എന്തിനാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ് എനേബിൾസ് ഏർലി വാർണിംഗ്സ് ആൻഡ് അലേർട്സ്. ഇറ്റ് ഹെൽപ്സ് കോർഡിനേറ്റ് ഏജൻസീസ് ആൻഡ് റെസ്പോണ്ടേഴ്സ്. ഇറ്റ് റെഡ്യൂസസ് കൺഫ്യൂഷൻ ആൻഡ് പാനിക് അല്ലേ. പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റ് മെസ്സേജ് കറക്റ്റ് സ്ഥലത്ത് എത്തേണ്ടടുത്ത് എത്തും. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരാളിൽ നിന്ന് കേട്ട് വേറെ എന്തെങ്കിലും കേട്ടാൽ പാനിക് ആവും, കൺഫ്യൂഷൻ ആവും അല്ലേ. അപ്പോൾ വരില്ലേ, അങ്ങനെ ആ ഒരു പാനിക്കും കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ കറക്റ്റ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിസാസ്റ്ററിന് മുന്നേ പ്രൊവൈഡ് ചെയ്താൽ. ഗൈഡ്സ് ഇവാക്യുവേഷൻ ആൻഡ് സേഫ്റ്റി ആക്ഷൻസ് അല്ലേ. ഇനി ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പെടും. എവ്രി വൺ ഹൂസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അഫക്റ്റഡ് ബൈ ദ ഡിസാസ്റ്റർ.
ഓക്കെ, എന്തിനാണ് ഇവരെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഇവരെ ബെനിഫിറ്റ്സ് എന്താ? സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ്റെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് യൂസിങ് ലോക്കൽ നോളജ്, പബ്ലിക് റൂറൽ അപ്രൈസൽ വീണ്ടും വന്നു, ബിൽഡ്സ് ട്രസ്റ്റ് ആൻഡ് കോപ്പറേഷൻ അല്ലേ, ഗവൺമെൻറ്റും നമ്മളെ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു ട്രസ്റ്റ് കൂടും. കാരണം ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ. ഗവൺമെൻറ് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി പറഞ്ഞു കൊടുക്കും. അപ്പം പിന്നെ ഇവർ എന്തൊക്കെ പറയുന്നത് വെച്ചാൽ അത് ഗവൺമെൻറ് കേൾക്കുമ്പോൾ എന്ത് പറ്റും, ഇവരെ കമ്മ്യൂണിറ്റി പറയുന്നത് കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ട്രസ്റ്റ് ഉണ്ടാവും, ഗവൺമെൻറ്റിനോട് ഒരു ട്രസ്റ്റും കോർപ്പറേഷനും എല്ലാം ഉണ്ടാവും ഗവൺമെൻറ്റിനോട്. പിന്നെ എന്താ, ഫാസ്റ്റർ ആൻഡ് മോർ എഫക്റ്റീവ് റെസ്പോൺസ് ആയിരിക്കും, ഇംപ്രൂവ്സ് ലോങ് ടേം റെസിലിയൻസ്. ഡിസ്റ്റിങ്ക്വിഷ് റിസ്ക് ആൻഡ് ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ബിഫോർ അവയർനെസ് ഫോക്കസ്ഡ് ആണ്, സ്ലോ ആൻഡ് പ്ലാൻഡ് ആണ്. ഇവിടെ ആണെങ്കിൽ സ്ലോ ആൻഡ് പ്ലാൻഡ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ്. പിന്നെ എന്താ, ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഡ്യൂറിങ് ദി ഡിസാസ്റ്റർ അല്ലെങ്കിൽ ആഫ്റ്റർ ദി ഡിസാസ്റ്റർ ആണ്, അർജൻറ്റ് ആൻഡ് ആക്ഷൻ ബേസ്ഡ് ആണ്. അപ്പോൾ അവിടെ ആക്ഷൻ ബേസ്ഡ് ആണ്, ഇവിടെ അവയർനെസ് ഫോക്കസ്ഡ് ആണ്. ഇനി എന്താ, ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്മീഡിയറ്റ് സേഫ്റ്റി മെസ്സേജസ് ആണ്. ഓക്കെ, ഇനി സ്ട്രക്ചറൽ ആൻഡ് നോൺ സ്ട്രക്ചറൽ കപ്പാസിറ്റി ബിൽഡിംഗ് മെഷേഴ്സ്. നമ്മൾ പറഞ്ഞു സ്ട്രക്ചറൽ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ മെഷേഴ്സാണ്, കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്യുപ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, എമർജൻസി സെൻറ്റേഴ്സ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ഇതൊക്കെ സ്ട്രക്ചറൽ കപ്പാസിറ്റി ബിൽഡിംഗ് മെഷേഴ്സ്. എന്നാൽ നോൺ സ്ട്രക്ചറൽ കപ്പാസിറ്റി ബിൽഡിംഗ് മെഷേഴ്സിൽ എന്തൊക്കെ വരുന്നത്? ട്രെയിനിങ് കൊടുക്കുന്നത്, പോളിസീസ്, അവയർനെസ്, മോക്ക് ഡ്രിൽസ്, അതൊക്കെ. ഇനി പിരമിഡ് സ്കീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിൽ ഏറ്റവും അടിയിൽ വരുന്ന ആരാണ്? നമ്മളെ പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ. പിന്നെ നമ്മളെ സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡർ വരും, പിന്നെ നമ്മുടെ ഗവൺമെൻറ്റും അഥവാ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ പെടുന്ന ആൾക്കാർ വരും, ഗവൺമെൻറ്, ഡോണേഴ്സ് എക്സെട്ര. കൗൺസിലിംഗ്, ക്രൈസിസ് കൗൺസിലിംഗ് തമ്മിലുള്ള വ്യത്യാസം. കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്താ? ഒരു ഇമോഷണൽ സൈക്കോളജിക്കൽ സപ്പോർട്ട് ഫോർ വാട്ട്? പേഴ്സണൽ ഇഷ്യൂസ്. ഇത് കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും അല്ലേ, ലോങ് ടേം ആയിരിക്കും ഈ കൗൺസിലിംഗ്. എന്നാൽ ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഗിവൺ ആഫ്റ്റർ ദ ഡിസാസ്റ്റർ. ഇറ്റ് ഹെൽപ്സ് സ്റ്റെബിലൈസ് ദ വിക്ടിം. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് victims lead a life of normalcy after a disaster, അങ്ങനെ പറയാം. പിന്നെന്താ, ഫോർ ക്രൈസിസ് കൗൺസിലിംഗ് ദ കൗൺസിലേഴ്സ് നീഡ് എന്താണ് സ്പെസിഫിക് ക്വാളിറ്റീസ് ലൈക്ക് എന്താണ് എംപതി, ഈ വലിയ വലിയ ട്രോമ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി, പിന്നെന്താണ് കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ക്രൈസിസ് കൗൺസിലേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ അതും നമ്മൾ ഈ ക്രൈസിസ് കൗൺസിലിങ്ങിന് അടിയിലായിട്ട് ഒരു പോയിൻ്റായിട്ട് എഴുതാം. 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ. പിന്നെന്താ, ഹൗ ക്രൈസിസ് കൗൺസിലിംഗ് ഡിഫേഴ്സ് ഫ്രം റെഗുലർ കൗൺസിലിംഗ്? ഷോർട്ട് ടേം ആണ്, അർജൻറ്റ് ആണ് ക്രൈസിസ് കൗൺസിലിംഗ് അല്ലേ. ഇറ്റ് ഫോക്കസ് ഓൺ സേഫ്റ്റി, സ്റ്റെബിലൈസേഷൻ ആൻഡ് കോപ്പിംഗ് വിത്ത് ഡിസാസ്റ്റർ. പിന്നെ ഇറ്റ് ഈസ് നോട്ട് എ ഡീപ്പ് തെറാപ്പി, ഡീപ്പല്ല ലോങ് അല്ല. എന്ത് സാധാ കൗൺസിലിംഗ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഹെൽപ്സ് റീസ്റ്റോർ ഫങ്ഷനിങ് ക്വിക്ക്ലി അല്ലേ, തിരിച്ച് എന്താണ് ബാക്ക് ടു നോർമൽസി ലൈഫിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കും. Why crisis counseling is important? It reduces trauma, stress, fear. It prevents long-term mental health issues. It helps victims think clearly. ഈ ഓവർ തിങ്കിങ്ങും അതൊക്കെ ഒഴിവാക്കിയിട്ട് ക്ലിയർലി തിങ്ക് ചെയ്തിട്ട് റാഷണൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി സഹായിക്കും. അത് നമ്മൾ നേരത്തെ വേറൊരു ക്വസ്റ്റ്യൻ ഇതേ സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ, അതിൻ്റെ ആൻസർ അല്ലേ പറഞ്ഞതാണ്. പിന്നെന്താ, സപ്പോർട്ട്സ് ഇമോഷണൽ റിക്കവറി. ഡിഫൈൻ കപ്പാസിറ്റി ബിൽഡിംഗ് എന്താണ്? നമ്മൾ ഒരു ഡിസാസ്റ്ററിനെ തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി, ആ ഒരു കപ്പാസിറ്റീനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്താലേ വലിയ വലിയ ഡിസാസ്റ്റർ വരുമ്പോഴും നമുക്ക് തരണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് ഇമ്പ്രൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത്. കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചറൽ ബിൽഡിംഗും ആവാം, സ്ട്രക്ചറൽ കപ്പാസിറ്റി ബിൽഡിംഗ് മെഷേഴ്സും ഉണ്ട്, നോൺ സ്ട്രക്ചറൽ കപ്പാസിറ്റി ബിൽഡിംഗ് മെഷേഴ്സ് ഉണ്ട് അല്ലേ. സ്ട്രക്ചറൽ ബിൽഡിംഗ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി നമ്മൾ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്നു. എന്നാൽ നോൺ സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രെയിനിങ്ങും ഡ്രിൽസും അതൊക്കെ. കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ റെഫേഴ്സ് ടു ഡെവലപ്പിംഗ് സ്കിൽസ്, സിസ്റ്റംസ് ആൻഡ് റിസോഴ്സസ് നീഡഡ് അല്ലേ ടു ഓവർകം എ ഡിസാസ്റ്റർ. ഇറ്റ് സ്ട്രെങ്തൻസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, അതാണ് നമ്മളെ സ്ട്രക്ചറിൽ വരുന്ന സ്ട്രെങ്തൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഇംപ്രൂവ്സ് പ്രിപ്പയർനെസ് ആൻഡ് റെസ്പോൺസ് ആൻഡ് ഇറ്റ് ബിൽഡ്സ് ലോങ് ടേം റെസിലിയൻസ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വരണമെങ്കിൽ തന്നെ അതിന് എന്തോ ആവട്ടെ തരണം, അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതിനാണ് റെസിലിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിൽഡ്സ് ലോങ് ടേം റെസിലിയൻസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏതായിരുന്നു മൊഡ്യൂൾ 4 അല്ലേ. താങ്ക് യു.